എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജി മഞ്ചേരി. രാമായണ കഥാമൃതം തുടരുകയാണ്. ഇന്ന് പുരാണത്തിലെ വിചിത്രമായ എന്നാൽ രസകരമായ തൃശങ്കുവിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. രാമായണത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് തൃശങ്കു. വസിഷ്ഠ മഹർഷിയും വിശ്വാമിത്ര മഹർഷിയും കൗശികനുമൊക്കെ മത്സര അധിഷ്ഠിതമായ മനസ്സ് സ്വീകരിക്കുമ്പോൾ സത്യവ്രതൻ എന്ന ആള് തൃശങ്കുവായി മാറുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ച. നമ്മൾ തൃശങ്കു എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് ഈ തൃശങ്കു സ്വർഗമുണ്ടായത്? അതിനു മുമ്പ് തൃശങ്കു എന്ന് പറയുന്നയാൾ ആരായിരുന്നു? മാണ്ഡാമാതാവിൻ്റെ പുത്രനായിരുന്നു പുരുത്സകൻ. ഈ പുരുത്സകൻ നർമ്മദ എന്ന് പറയുന്ന ഒരു നാഗകന്യകയെ വിവാഹം കഴിച്ചു. ഇപ്പം നാഗങ്ങളുടെ താമസം പാതാളത്തിലാണ്. അപ്പോൾ പാതാളത്തിലേക്ക് ഈ പുരുത്സകനെ നർമ്മദ കൂട്ടിക്കൊണ്ടുപോയി. ഈ പാതാളത്തിൽ ഗന്ധർവന്മാരും നാഗന്മാരും തമ്മിൽ ഏറ്റുമുട്ടി. അപ്പോൾ ആയിരക്കണക്കിന് നാഗന്മാർ തൻ്റെ ഭാര്യയുടെ സഹോദരന്മാരായതുകൊണ്ട് ഈ പുരുത്സകനും ആ നാഗന്മാരോടൊപ്പം ചേർന്ന് ഗന്ധർവന്മാരെ പരാജയപ്പെടുത്തി. അങ്ങനെ പുരുത്സകൻ്റെ പുത്രനായിട്ടുള്ള ആളിൽ നിന്ന് സത്യവ്രതൻ ജനിക്കുകയാണ്. അപ്പോൾ സത്യവ്രതൻ്റെ പ്രത്യേകത, അയാൾ ജന്മനാ തന്നെ വളരെ മോശ സ്വഭാവമുള്ളയാൾ, ആളുകളെ ഉപദ്രവിക്കുന്നയാൾ, വിവാഹം നടത്തുവാൻ തയ്യാറായിരുന്ന ഒരു പെൺകുട്ടിയെ ബലാത്കാരമായി, ഒരു ബ്രാഹ്മണ പെൺകുട്ടിയെ ബലാത്കാരമായി തട്ടിക്കൊണ്ടുപോകുന്നു. അതുകൊണ്ട് രാജാവ് സത്യവ്രതനെ രാജ്യത്ത് നിന്ന് പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയ ആ അവസരത്തിൽ ആ രാജാവ് പുറം നാടുകളിൽ നടന്ന് തൻ്റെ ഈ കുത്സിത പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് തൃശങ്കു ആയത് എന്നുള്ള പേരിലേക്ക് വന്ന കഥയാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ തുടർന്നിരിക്കുന്ന അവസരത്തിൽ രാജാവ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടതോടുകൂടി വസിഷ്ഠൻ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുകയാണ്. വസിഷ്ഠൻ മഹർഷിയാണ്. മഹർഷിമാർക്ക് രാജ്യഭരണം ശരിയായി അറിയാത്തത് കൊണ്ട് രാജ്യത്ത് ക്ഷാമവും ദാരിദ്ര്യവും കൊടിയ പട്ടിണിയൊക്കെയായി. അങ്ങനെ ഇരിക്കുമ്പോൾ വിശ്വാമിത്ര മഹർഷി തപസ്സിന് പോവുകയാണ്. വസിഷ്ഠ മഹർഷിയോടൊപ്പം ഉള്ള മറ്റൊരു സപ്തർഷികളിൽ ഒരാളാണ് വിശ്വാമിത്ര മഹർഷി. ഈ വിശ്വാമിത്ര മഹർഷി തപസ്സിന് പോയപ്പോൾ ഈ രാജ്യത്ത് വീണ്ടും സൂര്യവംശത്തിലെ ഒരു വസിഷ്ഠൻ്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് പട്ടിണിയും ദാരിദ്ര്യമൊക്കെ. വിശ്വാമിത്ര മഹർഷിയുടെ ഭാര്യയും മക്കളുമൊക്കെ പട്ടിണിയിലായി. വിശ്വാമിത്ര മഹർഷിയുടെ ഭാര്യ ഒരു കുട്ടിയെ വിറ്റെങ്കിലും തങ്ങൾക്കുള്ള ആഹാരം കണ്ടെത്താനായിട്ട് പോവുകയാണ്. വഴിയിൽ വെച്ച് ഈ സത്യവ്രതനെ കണ്ടെത്തുകയാണ്. സത്യവ്രതനെ കണ്ടെത്തിയപ്പോൾ സത്യവ്രതൻ പറഞ്ഞു, നിങ്ങൾ കുട്ടിയെ ഒന്നും വെക്കണ്ട, എല്ലാ ദിവസവും നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുതരാം. അങ്ങനെ സത്യവ്രതൻ അവർക്കുള്ള ഭക്ഷണം എല്ലാ ദിവസവും കൊണ്ടുവയ്ക്കാൻ തുടങ്ങി. അവരെടുത്ത് കഴിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഭക്ഷണം കിട്ടിയില്ല. സത്യവ്രതൻ പെട്ടെന്ന് തന്നെ അവിടെ കണ്ട ഒരു പശുവിനെ മോഷ്ടിച്ചു. ആ പശുവിനെ കൊന്നു. അതിൻ്റെ മാംസം കൊണ്ടുപോയി അവർക്ക് കൊടുത്തു. പക്ഷേ പശു വസിഷ്ഠൻ്റെ പശുവായിരുന്നു. അപ്പം വസിഷ്ഠന് കോപമുണ്ടായി. വസിഷ്ഠൻ ഇവനെ ശപിക്കുകയാണ്. ശപിച്ചിട്ട് ചണ്ടാളനായി പോകട്ടെ എന്ന് ശപിച്ചു. അപ്പോൾ ഈ ശാപം മൂലം ചണ്ടാളനായി തീർന്ന അവൻ എങ്ങനെയാണ് തൃശങ്കു ആയത് എന്ന് ചോദിച്ചാൽ, മൂന്ന് പാപങ്ങൾ ചെയ്തു. ഒന്ന്, രാജ്യത്ത് നിന്ന് പിതാവിൻ്റെ ശാപമേറ്റ് പുറത്തായി. രണ്ട്, മറ്റൊരാളുടെ ഭാര്യയാകാനിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്നു. മൂന്നാമത്, പശുവിനെ മോഷ്ടിക്കുകയും കൊല്ലുകയും ചെയ്തു. അങ്ങനെയാണ് തൃശങ്കു എന്ന പേര് ഉണ്ടാവുന്നതെന്നാണ് ഒരു കഥ. മറ്റൊരു കഥ, സൂര്യവംശത്തിലെ രാജാവായിരുന്ന ഈ സത്യവ്രതന് ഉടലോടുകൂടി സ്വർഗത്തിൽ പോകണമെന്ന ആഗ്രഹം. അപ്പോൾ ഉടലോടുകൂടി സ്വർഗത്തിൽ പോകാൻ ആദ്യം സമീപിച്ചത് വസിഷ്ഠനെയാണ്. വസിഷ്ഠൻ ചീത്ത പറഞ്ഞു ഓടിച്ചു. ഒരിക്കലും നടക്കാത്ത കാര്യം, നല്ലൊരു രാജാവായിട്ട് നിനക്കിരുന്നുകൂടെ, എന്തിനാണ് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വയ്ക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ആഗ്രഹം സഫലീകരിക്കാൻ നേരെ
ഈ സത്യവ്രതൻ എന്ന ആള് അല്ലെങ്കിൽ ത്രിശങ്കുവായി തീർന്നയാൾ നേരെ മുന്നോട്ട് പോകുമ്പോൾ ഈ വസിഷ്ഠൻ്റെ 100 മക്കളാണുള്ളത്. വസിഷ്ഠ മഹർഷിക്ക് 100 മക്കളുണ്ട്. പുരാണമാണ്, ഇങ്ങനെയൊക്കെ ചില കഥകളുണ്ട്. നമ്മൾ കേൾക്കാത്ത കഥകളാണിത്. നമ്മൾ കൗരവർ 100 പേരുടെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും വസിഷ്ഠൻ്റെ 100 മക്കളുടെ കഥകൾ ചിലപ്പോൾ കേട്ട് കാണാൻ സാധ്യതയില്ല. അപ്പോൾ വസിഷ്ഠന് 100 മക്കളുണ്ട്. വസിഷ്ഠൻ്റെ മക്കളും മഹർഷിമാരെ പോലെ ബലമുള്ളവരും കായബലമുള്ളവരും അതോടൊപ്പം തന്നെ തപശക്തിയുള്ളവരുമാണ്. അവരുടെയൊക്കെ ചെന്നിട്ട് ത്രിശങ്കു പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഉടലോടുകൂടി സ്വർഗത്തിൽ പോകണം, എന്നെ ഒന്ന് സഹായിക്കണം. നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ സഹായിക്കുന്നില്ല. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് അവരും ചീത്ത പറഞ്ഞു, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾ ഉടലോടുകൂടി സ്വർഗത്തിൽ പോകുന്ന നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ മഹർഷി പറഞ്ഞു, അല്ല ത്രിശങ്കു പറഞ്ഞു, അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും മഹർഷിയെ സമീപിക്കും, നിങ്ങളുടെ അച്ഛൻ അത് സാധിച്ചു തന്നില്ല, നിങ്ങളെ സാധിച്ചു തന്നില്ല. അപ്പോൾ ഈ വസിഷ്ഠൻ്റെ മക്കൾക്ക് കോപമുണ്ടായെന്നും അവർ ഉടനെ ശപിച്ച് ചണ്ടാളനായി തീരട്ടെ എന്ന് ശപിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ ചണ്ടാളനായി തീർന്നെന്നൊരു കഥയുണ്ട്. ഏതായാലും ഈ ആഗ്രഹം സാധിക്കുവാൻ വേണ്ടിയിട്ട് വസിഷ്ഠൻ്റെ മക്കൾ സഹായിക്കാത്തത് കൊണ്ട് ഈ വസിഷ്ഠനിൽ നിന്ന് കിട്ടാത്തത് കിട്ടുവാൻ വേണ്ടി കൗശികൻ എന്ന മഹർഷിയുടെ അടുത്ത് ചെന്നു. ഈ കൗശിക മഹർഷിയുടെ പ്രത്യേകത, കൗശികൻ ക്ഷത്രിയനാണ്. അപ്പം ചെന്ന രൂപം എന്ന് പറഞ്ഞാൽ ഇവനെ ചണ്ടാളനാക്കി മാറ്റിയല്ലോ. ചണ്ടാളനാക്കി മാറ്റിയതോടുകൂടി ത്രിശങ്കുവിൻ്റെ നിറം കറുത്തിരണ്ട നിറമായി, കഴുത്തിലണിയുന്ന മാല എന്ന് പറഞ്ഞാൽ കരിമ്പൂക്കളായി, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ ഇരുമ്പിൻ്റെ ആഭരണങ്ങളായി തീർന്നു. അങ്ങനെ വിരൂപനായി തീർന്ന ഈ ത്രിശങ്കു കൗശികൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. കൗശികനാകട്ടെ തപശക്തിയിൽ സമ്പന്നനാണ്. തപശക്തി കൊണ്ട് എന്തും സാധിക്കാൻ കഴിവുള്ള കരുത്തനായ മഹർഷിയാണ്. അങ്ങനെ കൗശിക മഹർഷി ഇവനോട് ചോദിച്ചു, എന്താണ് നിൻ്റെ മുഖത്ത് വിഷാദമുണ്ടല്ലോ, എന്താണ് കാര്യം? അപ്പോൾ കൗശിക മഹർഷിയോട് ഇവൻ തൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്നെ സഹായിക്കണം, എനിക്ക് ഉടനോടുകൂടി സ്വർഗത്തിൽ പോകും. അപ്പോൾ ഇത് കേട്ടതോടുകൂടി കൗശികൻ വാക്കുകൊടുക്കുകയാണ്, നിന്നെ ഞാൻ ഉടനോടുകൂടി സ്വർഗത്തിൽ വിടാം. അങ്ങനെ കൗശികൻ മറ്റു മഹർഷിമാരെയും തൻ്റെ ശിഷ്യന്മാരെയും വിളിച്ചിട്ട് ഒരു മഹത്തായ യാഗം ചെയ്യുകയാണ്. ആ യാഗം ചെയ്യുന്ന അവസരത്തിൽ യാഗക്കളത്തിൽ നിന്ന് ഹവസ് ഏൽക്കുന്നത് ദേവന്മാരാണ്. സാധാരണ ബ്രാഹ്മണർ യാഗം ചെയ്താലേ ദേവന്മാർ ഹവസ് ഏൽക്കൂ എന്നാണ് വിശ്വാസം. വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ അറിയില്ല, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ദേവന്മാരാരും ഈ ഹവസ് ഏൽക്കാൻ വന്നില്ല. ഇതോടുകൂടി ഈ കൗശികന് ഭയങ്കര ദേഷ്യമായി. ക്ഷിപ്രകോപിയായി തീർന്ന കൗശികൻ എന്ത് ചെയ്തു, അല്ലയോ ത്രിശങ്കു, നീ എൻ്റെ തപശക്തി കൊണ്ട്, എൻ്റെ തപസ്സിൻ്റെ ബലം കൊണ്ട് നീ മേൽപോട്ടുയരൂ. അങ്ങനെ ത്രിശങ്കു മേൽപോട്ട് ഉയരാൻ തുടങ്ങി. അങ്ങനെ ഉയർന്ന മേഘപാളികൾക്കുള്ളിലൂടെ മുകളിലേക്ക് ഉയർന്ന സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകുന്ന അവസരത്തിലാണ് ദേവേന്ദ്രൻ നോക്കുമ്പോൾ ഇതാ 100 യാഗം ചെയ്തൊരാൾ, തന്നെപ്പോലെ ദേവേന്ദ്ര സ്ഥാനം അർഹിക്കുന്ന ഒരാൾ ഇതാ മുകളിലേക്ക് കടന്നു വരുന്നു. അസൂയാലുവായ ദേവേന്ദ്രൻ തൻ്റെ കയ്യിലുള്ള ആ വലിയ ആയുധം എടുത്ത് അദ്ദേഹത്തിൻ്റെ തലയിൽ അടിക്കുകയാണ്. അങ്ങനെ നേരെ തലകുത്തി കരണം മറിഞ്ഞ് താഴേക്ക് വരുന്ന ആ ത്രിശങ്കു ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലയോ കൗശിക മഹർഷി, എന്നെ രക്ഷിക്കണേ, ഞാനിതാ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കൗശിക മഹർഷി പറഞ്ഞു, നീ ഇപ്പോൾ എവിടെയാണോ അവിടെ നിൽക്കുക, നിനക്ക് ഇതാ ഞാൻ ഒരു പുതിയ സ്വർഗം പടുത്തു തരികയാണ്. അങ്ങനെ തൻ്റെ തപശക്തി കൊണ്ട് പുതിയൊരു സ്വർഗം പണിയാൻ തുടങ്ങി. അവിടെ സപ്തർഷികളെ കൊണ്ടുവന്ന് നക്ഷത്രങ്ങളെ കൊണ്ട് നിറച്ചു, നല്ല മനോഹരമായ നീലമേഘങ്ങളെ കൊണ്ട് നിറച്ചു, ചന്ദ്രനെ കൊണ്ട് നിറച്ചു. ഇങ്ങനെ മറ്റൊരു സ്വർഗം സൃഷ്ടിച്ചിട്ട് ദേവേന്ദ്രന് പകരം പുതിയൊരു ദേവേന്ദ്രനെ കൂടെ സൃഷ്ടിച്ച് ആ ദേവേന്ദ്രൻ്റെ സ്ഥാനത്തേക്ക് ഈ മഹർഷി നമ്മുടെ പ്രിയപ്പെട്ട ത്രിശങ്കുവിനെ കൊണ്ടുവരികയാണ്. അങ്ങനെ ത്രിശങ്കു പുതിയ സ്വർഗത്തെ സൃഷ്ടിക്കുന്നത് കണ്ട ദേവന്മാരെല്ലാം, ത്രിശങ്കുവിന് വേണ്ടി പുതിയ സ്വർഗത്തെ സൃഷ്ടിക്കുന്നത് കണ്ട ദേവന്മാരെല്ലാം ഭയക്രാന്തരായി. ദേവലോകത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടും, ദേവന്മാരുടെ പ്രസക്തി നഷ്ടപ്പെടും. എല്ലാവരും കൂടെ കൗശികൻ്റെ അടുക്കൽ ചെന്ന് പട്ടാൻ കടിച്ചു. രക്ഷിക്കണം, ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, അങ്ങയുടെ തപശക്തിയുടെ ബലത്തെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയം തോന്നി, അതാണ് ഞങ്ങൾ ഹവസേക്കാവുന്ന വരാതിരുന്നത്, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കൗശികൻ പറഞ്ഞു, ശരി, ഞാൻ സൃഷ്ടിച്ചത് നശിപ്പിക്കാൻ പറ്റില്ല, എൻ്റെ തപശക്തിയുടെ പൂർണ്ണമായ ബലവും ഞാനിതാ നൽകിക്കഴിഞ്ഞു, എനിക്കിനി തപശക്തിയില്ല, അതുകൊണ്ട് ഞാൻ സൃഷ്ടിച്ചത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അങ്ങനെ
ആ ത്രിശങ്കു എന്ന് പറയുന്ന ഒരു സ്വർഗം സൃഷ്ടിക്കുകയും ആ ത്രിശങ്കുവിൻ്റെ നാഥനായിട്ട് സത്യവ്രതൻ എന്ന ത്രിശങ്കുവിനെ സ്ഥാപിക്കുകയും ഇന്ദ്രന് സമാനനായിട്ട് അദ്ദേഹത്തിന് അവിടെ ഭരണം നടത്തുവാനും അവസരം നൽകി. പിന്നീട് നമ്മുടെ സാഹിത്യത്തിൽ പാട്ടുകൾ പോലും ഉണ്ടായിട്ടുണ്ട്. ത്രിശങ്കു സ്വർഗത്തെ തമ്പുരാട്ടി എന്നുള്ള പാട്ടൊക്കെ ആ കാലഘട്ടവും ആ പുരാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഏതായാലും പുരാണത്തിലെ മഹർഷിമാർ തമ്മിലുള്ള മത്സരത്തിൻ്റെയും മഹർഷിമാരുടെ ജീവിതത്തിൻ്റെയും ചിത്രം കാണിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ കഴിവുകൾ മുഴുവൻ മറ്റൊരാളുടെ അഭ്യർത്ഥന മാനിച്ച് കൊടുക്കുന്ന മഹത്തായ തപശക്തിയുടെ ഒരു ബലം കൂടി കാണിച്ചു തരുന്നതാണ് ത്രിശങ്കുവിൻ്റെ കഥ. കേൾക്കുക, അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ രാമായണ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.